ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജുബ ഭാഗം 6. എയർപോർട്ടിലേക്ക് എല്ലാവരും പോകാനിറങ്ങി. അപ്പോഴാണ് കുഞ്ഞോൾ എന്നെ ശ്രദ്ധിച്ചത്. ഇതെന്താ, നെസി വരുന്നില്ലേ? ഇല്ല, ഞാൻ വന്നാൽ ഉമ്മാമ ഒറ്റക്കാവൂലേ? അതിന് ഉപ്പച്ചി വരുന്നില്ലല്ലോ. നീ വേഗം ഡ്രസ്സ് മാറ്, നീ കൂടെ വരണം. ഞാൻ അമ്മായിയുടെ മുഖത്തേക്ക് നോക്കി. എന്നെ തന്നെ തറച്ചു നോക്കുന്ന അമ്മായിയെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുഞ്ഞോളുടെ വാശിക്ക് മുന്നിൽ ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു വന്നു. എൻ്റെ പർദ്ദ കണ്ടിട്ട് കുഞ്ഞോൾ ഓരോക്ക് കൈയും കൊടുത്തു എന്നെ തന്നെ നോക്കി നിന്നു. ഊഫ്, എന്തായാലും മൊഞ്ചത്തിയായി. നമ്മുടെ നെസിക്ക് പർദ്ദയും ഹിജാബും തന്നെയാ ചേരുക അല്ലേ അമ്മച്ചി? അമ്മായി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് എൻ്റെ കണ്ണ് തള്ളി ചെവി കൂടെ എന്തൊക്കെയോ പറന്നുപോയി. എന്താ കാര്യമെന്നല്ലേ? എൻ്റെ ഹിജാബും പർദ്ദയൊന്നും അമ്മായിക്ക് ഇഷ്ടമല്ല. എന്നെ ഇങ്ങനെ കണ്ടാലേ കരിമ്പൂതം ഇറങ്ങിയിട്ടുണ്ട് മാറിക്കോളി എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട്. നെസിക്ക് ഈ ഡ്രസ്സാ ചേരുക എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താകും? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. അമ്മായിയുടെ മുഖം കാണുമ്പോൾ ചിരി അടക്കാൻ കഴിയുന്നില്ല. ഞാനാണെങ്കിൽ കൺട്രോൾ ചെയ്ത് കാറിൽ കയറി. കുഞ്ഞോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അവൾ വാ പൂട്ടാതെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കൂടുതലും എൻ്റെ മോളെ ഇക്കാക്കാൻ്റെയും കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ മെല്ലെ കണ്ണുകളടച്ച് സൈഡിലേക്ക് ചാരിയിരുന്നു. അല്ലാ, കുഞ്ഞോളെപ്പോലെ തന്നെ ആയാൽ മതിയായിരുന്നു ഓളെ ഇക്കാക്കയും. ഓരോന്ന് ചിന്തിച്ച് കഴിയുമ്പോഴേക്കും എയർപോർട്ടിലെത്തി. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ഇക്കാക്ക ഫ്ലൈറ്റ് ഇറങ്ങിയിരുന്നു. ഞങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞോൾ ഓടിപ്പോയി ഇക്കാക്കയെ കെട്ടിപ്പിടിച്ചു. അമ്മായിയും ഓടിപ്പോയി. അവരുടെ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അല്ല കുഞ്ഞോളെ, എൻ്റെ നെസി എന്താ എന്നെ കണ്ടിട്ട് പേടിച്ചോ മാറി നിൽക്കണത്? പേടിച്ചിട്ടല്ലേക്കോ, നാണിച്ചിട്ടായിരിക്കും. ഞാനൊന്നും പറയാതെ കാറിൽ കയറിയിരുന്നു. എല്ലാവരും വണ്ടി കയറി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഫോൺ വീണ് ശബ്ദം കേട്ട് ഉമ്മ ഓടി വന്നു. എന്താ പറ്റിയേ? എന്താ ഒച്ച കേട്ടത്? എൻ്റെ നിൽപ്പും ഫോൺ താഴെ വീണ് ചിതറിയതും കണ്ടപ്പോൾ ഉമ്മ ആകെ ബേജാറായി ഉപ്പാനെ വിളിച്ചു. ഉപ്പ ഓടി വന്ന് എന്നെ പിടിച്ച് ബെഡിലിരുത്തി. എന്താ ഉണ്ടായേ? എനക്കെന്താ പറ്റിയേ? സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അജുവയെല്ലാം വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഷാനു, വണ്ടിയെടുക്ക്. ഉപ്പ ഇക്കാനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഉമ്മ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു തന്നു. പേടിക്കണ്ടെന്നും ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഉമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മ പറയുന്നതൊന്നും എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഉപ്പ വിളിച്ചപ്പോൾ ഞാൻ വേഗം പുറത്തിറങ്ങി. ഉപ്പയും ഇക്കയും കാറുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വേഗം പുറപ്പെട്ടു. കാറിൽ എല്ലാവരും നിശബ്ദതയെ കൂട്ടുപിടിച്ചിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ചിരിക്കുന്ന എൻ്റെ പെണ്ണിൻ്റെ മുഖമാണ്. ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കും ഓർത്തപ്പോൾ തന്നെ മിഴികൾ ചാരിട്ടൊഴുകിയിരുന്നു. ഒരുവിധം ട്രാഫിക്കുകളിൽ കുരുങ്ങി നരങ്ങിയും മൂളിയും ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ കയറി ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഒരുപാട് ആക്സിഡൻ്റ് കേസുള്ളത് കൊണ്ട് അവർക്ക് അവരെവിടെയാണെന്ന് പറയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ തളർന്നൊരു ബെഞ്ചിൻ്റെ അറ്റത്തിരുന്നു. ഒരാൾ അടുത്തു വന്നിരുന്നു ചോദിച്ചു, എന്തു പറ്റി മോനെ? ആരെയാ തിരയുന്നത്? ഞാൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ വിളിച്ചപ്പോൾ ആ ഫോൺ എടുത്തത് ഞാനാണ്. അവർ പോയി. എങ്ങോട്ട്? ഓളെ ഉമ്മ സ്പോട്ടിൽ തന്നെ മരിച്ചു. ആരൊക്കെയോ വന്നിരുന്നു. അവരെ ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. മോക്കും ഉപ്പാക്കും സീരിയസ് ആണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അവരെ നാട് ഇവിടെ അല്ലാന്ന് പറഞ്ഞു. കർണാടകയിൽ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി. പിന്നെ അവരെ അന്വേഷിച്ചു. മാസങ്ങളോളം അറിഞ്ഞു. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. 6 മാസം കഴിഞ്ഞ് ഞാൻ അജുവയുടെ വീട് വരെ പോയി. അവിടെ പുതിയ താമസക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞാണ് അറിഞ്ഞത് ആ വീട് അവർ വാങ്ങിയതാണെന്നും 1 മാസമായി അവരവിടെ താമസിക്കുന്നു എന്നും. ഇവിടെ ഉള്ളവരോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ ഷാ, അജുവ എവിടെ? ജീവിച്ചിരിപ്പില്ലേ? നോ ആയിഷ, അവൾ മരിച്ചിട്ടില്ല. ഞാനത് വിശ്വസിക്കില്ല. അവൾക്ക് എന്നെ തനിച്ചാക്കി പോകാൻ കഴിയില്ല. അതെനിക്ക് ഉറപ്പാ.
ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി കഴിഞ്ഞ 2 വർഷമായി ഞാൻ അലയുന്നത്. ഞാനൊരു ഭ്രാന്തനെ പോലെ പുറത്തേക്ക് നടന്നു. തുടരും. അടുത്ത ഭാഗവുമായി ഞാൻ എത്രയും പെട്ടെന്ന് എത്തും. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ബൈ.